ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചട്നി ഉണ്ടാക്കുന്നത് തക്കാളി കൊണ്ടാണ്. നമുക്ക് തക്കാളി കൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ചട്നി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ്, ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉഴുന്നും 2 വറ്റൽമുളകും 2-3 വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകവും ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് തക്കാളി ഒന്ന് വേവിച്ച ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ച ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ശർക്കരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു ജാറിലേക്ക് നമുക്കിത് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും കടുകും ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. എനിക്കിപ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള ദോശയും ഈ തക്കാളി ചട്നി കൂടെ കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചൂട് ദോശയും അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിത് വേറെ ആർക്കും ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡ് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ചേട്ടന് തന്നെ ഫസ്റ്റ് നമുക്ക് കൊടുക്കാം. ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ.